ബഹുമാനീയനായ സയ്യിദ് സഖാഫി ഉസ്താദ്, മറ്റു പണ്ഡിതന്മാർ, സോൺ SYSന്റെ ലീഡേഴ്സ്, സിറാജ് എഡിറ്റർ മുസ്തഫ സാറുടെ പ്രൗഢമായ ക്ലാസിന്റെ ഇടയിൽ അത് നമ്മോടുള്ള സ്നേഹം, അല്ലാഹുവിന്റെ റഹ്മത്തും ഇവിടെ മാത്രം പോരാ, നമുക്ക് മരണാനന്തര ജീവിതത്തിൽ ലഭിക്കണം. അതിനുവേണ്ടിയാണ് നാം നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും ആരാധനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു മനുഷ്യന്റെ രക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും എല്ലാ മതത്തിലുമുള്ള ആളുകൾക്ക് ലഭിക്കുന്ന രൂപത്തിൽ ക്രമപ്പെടുത്തി നൽകിയ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ മരണശേഷവും ആ നേതാവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കും എന്നതാണ്. ആ പച്ചയായ ചെടികളിലുള്ള ഇലകൾ ഖബറിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ ഇലകൾ പച്ചയായി നിൽക്കുമ്പോഴൊക്കെ പ്രാർത്ഥന ഉണ്ടാവും. കൃഷി ചെയ്യുന്ന സമയത്ത് ഒരു കർഷകന് വേണ്ടി അവന്റെ കൃഷി പ്രാർത്ഥിക്കുമെന്നാണ്. ഇവിടെ ഖബറിന്റെ ഉള്ളിലുള്ള ആൾക്ക് വേണ്ടി ആ പച്ചയായ ഇലകൾ പ്രാർത്ഥിക്കും. അപ്പോൾ അദാബ് ഉയർന്നു പോകും. ബിലാൽ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഭൗതിക ലോകത്തുള്ള ഒരുപാട് ലീഡേഴ്സ് നമുക്കുണ്ട്. രാഷ്ട്രീയ മേഖലയിലുണ്ട്, മറ്റു പല തലങ്ങളിലും നമുക്ക് നേതാക്കളുണ്ട്. ആ നേതാക്കളൊന്നും പരലോകത്ത് നമുക്ക് രക്ഷ ചെയ്യുകയില്ല. പരലോകത്ത് രക്ഷ ചെയ്യുന്ന ഒരു ലീഡർ, മുൻജിൽ ഖലാഇഖി മിൻ ജഹന്നമ ഫീ ഗദി, നാളെ പരലോകത്ത് നമ്മെ രക്ഷിക്കുന്നു എന്നതാണ് സ്നേഹലോകത്തിന്റെ ആ വലിയ സാമ്രാജ്യത്തിലെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത. കുടുംബത്തിലെ ഒരംഗം എന്ന നിലയിലുള്ള വിജയങ്ങൾ, വ്യാപാര മേഖലയിലുള്ള വിജയങ്ങൾ, സാമൂഹ്യ ഇടപെടലുകളിലുള്ള വിജയങ്ങൾ, നാം ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ നമുക്ക് ശത്രുക്കൾ തീരെ ഉണ്ടാവുകയില്ല. ഇന്ന് മുസ്ലിമീങ്ങൾക്കും പല സ്ഥലങ്ങളിലും ശത്രുക്കളുണ്ട്. അതിന്റെ കാരണം നാം കൂട്ടുതെറ്റിയതുകൊണ്ടാണ്. നമ്മുടെ പ്രസംഗങ്ങളിൽ, എഴുത്തുകളിൽ, ചലനങ്ങളിൽ ചില അതിരുകടന്ന വാക്കുകളും സ്വഭാവങ്ങളും ഉണ്ടായപ്പോൾ നമ്മെ പലരും വെറുത്തു. ഇതിന് സിറാത്തുൽ മുസ്തഖീം, സുതാര്യമായ വഴിയിൽ നാം നീങ്ങിയാൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുകയില്ല. ഫാറൂഖ് സാഹിബ് ഒമാനിൽ നമ്മുടെ ഒരു മാതൃകാ യോഗ്യനായ നല്ലൊരു പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അവിടെ തഹസീയത്തിന് വേണ്ടി വന്നപ്പോഴാണ് പയ്യന്നൂർ സോണിന്റെ ആളുകൾ ഇങ്ങനെ ട്രെയിനിന്റെയും തഹസീയത്തിന്റെ ഇടയിലുള്ള ഒരു 10 മിനിറ്റ് അങ്ങനെയാണ് വന്നത്. വളരെ സന്തോഷം. നിങ്ങൾ കണ്ടതിൽ നല്ല റാഹത്തിന് നമ്മുടെ അദ്ദേഹമൊക്കെ SSFന്റെ പ്രവർത്തനമായിട്ട് ഓടി നടക്കുന്ന കാലത്ത് നമ്മളിങ്ങനെ ബസ്സിൽ വരുമ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ കുറെ നടന്നിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ആ കാലത്തുള്ള ആളുകൾ, നമ്മളെ മെച്ചുവായ ഉമർ ഹാജി അടക്കമുള്ള ഒരുപാട് ആളുകൾ, അള്ളാഹു തആല എല്ലാവർക്കും 2 ലോകത്തും വിജയങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ സോണിന്റെ ഭാരവാഹികൾക്ക് എല്ലാ നന്ദികളും അറിയിച്ചുകൊണ്ട്